ഏറ്റവും ആദ്യം ഈ വാർത്ത കുട്ടിയെ കാണാതായി എന്ന് പറയുന്ന സാധാരണഗതിയിലുള്ളൊരു വാർത്തയായി വരുന്നു. ആ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ കിട്ടേണ്ടതാണ് എന്നൊക്കെയുള്ള പ്രതീക്ഷകളൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നീട് വന്ന വാർത്തകളെല്ലാം തന്നെ നമ്മളെ വീണ്ടും ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകളായിരുന്നു. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് അമ്മയാണെന്നും പിന്നീട് എവിടേക്കാണ് പോയതെന്നുള്ള വിവരങ്ങളില്ല. പിന്നീട് അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകാം എന്ന വിവരങ്ങൾ വന്നു എന്നൊക്കെയുള്ള ആ സമയത്തും പോലീസ് അടക്കം വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ അമ്മ ഒരു കാര്യം ചെയ്യുമോ എന്നൊന്നും ആരും സന്ദേഹിച്ചില്ല. ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ മാറ്റി പറഞ്ഞ മൊഴികൾക്കൊടുവിൽ അവർ ഒരു കാര്യം പറഞ്ഞു. അതാണ് ഇപ്പോൾ പോലീസിനെ മാത്രമല്ല നാടിനെ ഒന്നാകെ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പുഴയിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞു എന്നുള്ളൊരു മൊഴിയാണ്. അത് മുഖവിലക്കെടുത്താണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ പോലീസിൻ്റെ തെരച്ചിൽ അവിടേക്ക് നടക്കുന്നത്. അമൽ സുരേന്ദ്രൻ ഒപ്പം വിഷ്ണു സുരേഷും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, നമ്മളെല്ലാം കാത്തിരിക്കുന്നത് കുഞ്ഞ് കല്യാണി ഒരു പ്രശ്നവുമില്ലാതെ തിരികെ എത്തണം എന്നുള്ളതാണ്. ആ കാത്തിരിപ്പാണ് എല്ലാ നാട്ടുകാർക്കും ഇപ്പോൾ നമുക്കും എല്ലാം ഉള്ളത്. കാരണം അത്രമേൽ പ്രിയപ്പെട്ട ഒരു കുഞ്ഞ്, ആ രീതിയിൽ അമ്മയ്ക്കൊപ്പം ഒക്കത്തിരുന്ന് പോകുന്ന ഒരു കുഞ്ഞ് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. അവിടെ അറിയാവുന്നവരെല്ലാം പറയുന്നു അവർക്ക് കുഞ്ഞിനോടൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹനിധിയായ അമ്മയായിട്ട് തന്നെയാണെന്ന് പറയുന്നു അവരുടെ ഭർത്തൃ വീട്ടുകാരൊക്കെ. പക്ഷേ പ്രശ്നങ്ങളുണ്ടെന്ന് സ്ത്രീയുടെ കുടുംബക്കാർ പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്വേഷണത്തിലൂടെ അതൊക്കെ പുറത്തു വരട്ടെ. പക്ഷേ എങ്കിലും നമ്മളെ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്ന ആ ഫുട്ടേജസ്, ആ വിഷ്വൽസ്, അത് നമ്മളെ മനസ്സിൽ നിന്ന് പോകുന്നതല്ല. കാരണം അമ്മയുടെ കൂടെ ഒക്കത്തിരുന്ന് പോകുന്ന കല്യാണി എന്ന 3 വയസ്സുകാരി, അമ്മയെന്ന സുരക്ഷിത ബോധം അവരുടെ മുഖത്തുണ്ടായിരുന്നു. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ എന്നത്തെയും പോലെ എല്ലാ ദിവസത്തെയും പോലെ അമ്മയ്ക്കൊപ്പം ഒക്കത്തിരുന്ന് പോകുന്ന കല്യാണിക്കുട്ടി. പിന്നീട് മൂഴിക്കുളത്ത് ബസ് ഇറങ്ങുന്ന 3 വയസ്സുകാരി നമ്മൾ കണ്ടു. ആ സമയത്തൊന്നും കുട്ടിയെ നമ്മൾ മറ്റു രീതിയിൽ കാണുന്നില്ല. പക്ഷേ ആ 7 മണിക്കും 7:30ക്കും ഇടയിലുള്ള 30 മിനിറ്റ് സമയം അവിടെ സംഭവിച്ചത് എന്താണ്? അത് അന്വേഷിക്കാനാണ് ഇനി പോലീസ് ശ്രമിക്കുക. തിരികെ പാലത്തിനടുത്ത് പോയെങ്കിൽ തിരികെ എത്തിയപ്പോൾ ഒക്കത്ത് കല്യാണി ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ദുരൂഹതയുള്ളത്. പിന്നീട് കുറുമശ്ശേരിയിലെ വീട്ടിലേക്ക് പോയത് കല്യാണിയുടെ അമ്മ മാത്രമാണ്. എങ്കിൽ കല്യാണി എവിടെ? ആ ചോദ്യമാണ് അവശേഷിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പോലീസ് കണ്ടെത്തേണ്ടതും. അമൽ, എന്താണ് പോലീസുകാർ പറയുന്നത്? ഈ തെരച്ചിൽ അത് എത്രമാത്രം ദുഷ്കരമാണ് എന്നതൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പ്രജിൻ, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ശക്തമായ മഴയാണ് ഇവിടെയുള്ളത്. വെളിച്ചത്തിന്റെ അപര്യാപ്തതയുണ്ട് ഈ രാത്രിയിലും. പക്ഷേ ഈ പുഴയിൽ ഇപ്പോൾ ഒഴുക്ക് കുറവാണ് എന്നുള്ളതാണ് തിരച്ചിലിനെ സംബന്ധിച്ചിടത്തോളമുള്ള അനുകൂലമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പുഴ ഒഴുകിച്ചെല്ലുന്ന കണക്കുംകടവ് ഷട്ടറുകൾ അടച്ച നിലയിലാണുള്ളത്. അതും ഈ തിരച്ചിലിനെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ തിരച്ചിലിന് ഒട്ടനവധി പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും ഈ പുഴയിൽ ഇപ്പോൾ കാര്യമായ ഒഴുക്കില്ലാത്തതും ഈ തിരച്ചിലിനെ സഹായിക്കും എന്നാണ് നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാരും തിരച്ചിലിന് ഇറങ്ങാൻ തയ്യാറാക്കി നിൽക്കുന്ന ഉദ്യോഗസ്ഥരും എല്ലാം നമ്മളോട് പറയുന്നത്. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ തുടങ്ങാൻ പോവുകയാണ്. സ്കൂബ ടീമുകൾ എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ തന്നെ വള്ളങ്ങൾ, ഇവിടെ പ്രദേശവാസികളുടെ വള്ളങ്ങൾ ഇറങ്ങുന്നുണ്ട്. പോലീസിന്റെ ഒരു വലിയ സേന തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നാടൊന്നാകെ ആ കുട്ടിയെ കണ്ടെത്തണം എന്നുള്ള ഒരു ഐക്യപ്പെട്ട ഒരു ചിന്തയിലാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. നമുക്ക് എല്ലാം അറിയാം, ആശങ്കപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, അങ്ങേയറ്റം നമ്മളെ എല്ലാവരും ഉലച്ചു കളയുന്ന പല വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ആ കുട്ടിയെ ഒക്കത്ത് വെച്ച് നടക്കുന്ന ആ ഒരു അമ്മയുടെ ചിത്രമാണ്. ആർക്കാണ് അങ്ങനെ ഒരു ചിത്രം ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? ആ ചിത്രത്തിന്റെ പ്രത്യാശയിൽ തന്നെയാണ് നാടൊന്നാകെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പോഴും പല വാർത്തകളും, പല കോണുകളിൽ നിന്ന് വരുന്ന പല വാർത്തകളും നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംശയം, അല്ലെങ്കിൽ ഈ അമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ തന്നെയാണ്. ഈ അമ്മയുടെ ബന്ധുവിനോട് പറഞ്ഞതായി പറയുന്നത് ഭർത്താവിന്റെ മദ്യപാനവും അതേ തുടർന്ന് തനിക്കുണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങളും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നയിച്ചു എന്നൊരു പ്രസ്താവന ഈ ബന്ധുവിനോട് പറഞ്ഞതായി ആ ബന്ധു അല്പസമയം മുൻപ് 24നോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. അങ്ങനെയാണ് എങ്കിൽ തന്നെയും ഈ ഒരു ഭർത്താവുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ ഒരു സാധ്യത പോലും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഒരു സംശയത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം നമ്മളത് പറയുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ അമ്മ പറയുന്ന പോലെ കുട്ടിയെ ഈ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിട്ടു എന്നൊരു സ്ഥിതിയാണ്, എന്നിട്ട് താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് അമ്മ പറയുന്നത് എങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് സ്വന്തം വീട്ടിൽ ചെല്ലുകയും കുട്ടിയെ കാണാനില്ല എന്ന് കള്ളം പറയുകയും ചെയ്തതിന്റെ സാങ്കത്യം എന്താണ്? അല്ലെങ്കിൽ അതിൽ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചത് എന്താണ്? ഈ കുട്ടിയെയും കൊന്ന് സ്വന്തം
ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, പോലീസിനോട് തുടക്കത്തിലെ ഈ സ്ത്രീ പറഞ്ഞത് പരസ്പര വിരുദ്ധമായിട്ടുള്ള, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, ഒരു പരിധിവരെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഉത്തരങ്ങളെല്ലാം തേടുന്നതിന് മുൻപ് ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആലുവ, അങ്കമാലി ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള 6 അംഗ സംഘമാണ് ഈ തിരച്ചിലിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം രാത്രിയോ പകലോ എന്നതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കുട്ടിയെ തങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവർ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നത്. അല്പസമയത്ത് മുൻപ് അവരെല്ലാം പുഴയുടെ കരയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം തിരച്ചിൽ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. പ്രജിൻ.